ചരിത്രത്തിലാദ്യമായി രാജ്യത്ത് ഒരിടത്തും ഭരണമില്ലാതെ പൂർണ്ണമായും അഡ്രസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ആരംഭിച്ചത്. കേരളത്തിലെ കനത്ത പരാജയം ഞെട്ടിക്കുന്നതാണെന്ന റിപ്പോർട്ടാണ് പോളിറ്റ് ബ്യൂറോ കമ്മിറ്റിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഞെട്ടലിലും പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന തരംതാണ കളികളും അധികാരമോഹങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയന് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ പ്രായപരിധിയിൽ ഇളവ് നൽകിയത് അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന ഒറ്റ പരിഗണനയിലായിരുന്നു. എന്നാൽ ഭരണം പോയി പ്രതിപക്ഷത്തായ സാഹചര്യത്തിൽ പുതുതലമുറയ്ക്ക് ഒട്ടും അവസരം നൽകാതെ 5-ലധികം PB അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് മറികടന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരം പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ അനുമതി നൽകി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പതിവ് പോലെ പാർട്ടിയെ ന്യായീകരിക്കാൻ നെട്ടോട്ടമോടുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ചർച്ചയില്ലെന്നും കേരളത്തിൽ ഇടതുപക്ഷം തകർന്നിട്ടില്ലെന്നും ടീച്ചർ വിളിച്ചു പറയുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് കൃത്യമായി അറിയാം പാർട്ടിക്കുള്ളിൽ ടീച്ചറോട് പിണറായിയും സംഘവും കാണിച്ച ആ വലിയ ക്രൂരത എന്തായിരുന്നുവെന്ന്. കേരളത്തിൽ CPMന്റെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായ ശൈലജ ടീച്ചറെ അറിഞ്ഞുകൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തവണ UDFന് ശക്തമായ സ്വാധീനമുള്ള പേരാവൂർ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തിയത്. ടീച്ചറുടെ ജനപ്രീതിയിൽ ഭയന്ന ചിലർ അവരെ നിയമസഭയിൽ എത്തിക്കാതിരിക്കാൻ മെനഞ്ഞ തരംതാണ രാഷ്ട്രീയമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. പിണറായി വിജയൻ കസേര ഒഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ശൈലജ ടീച്ചറെ വെട്ടിനിരത്താൻ പാർട്ടിയിലെ അഹങ്കാരികൾ കാണിച്ച കളി ഇന്ന് പേരാവൂരിലെ പരാജയത്തോടെ അവർ വിജയകരമായി പൂർത്തിയാക്കി. എന്നിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന് പിണറായിയെ ന്യായീകരിക്കേണ്ടി വരുന്ന ടീച്ചറുടെ അവസ്ഥ ശരിക്കും സഹതാപാർഹമാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നുവെന്ന് സംസ്ഥാന നേതൃത്വം എപ്പോഴും ക്യാപ്സ്യൂൾ ഇറക്കുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വൻ തിരിച്ചടിയും CPM വിട്ടുപോയ വിമതരുടെ മിന്നും വിജയവും ലാഘവത്തോടെ കാണാനാകില്ലെന്ന് PBക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. കണ്ണൂരിലെ CPM കോട്ടയായ തളിപ്പറമ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട TK ഗോവിന്ദൻ മാസ്റ്റർ 12,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതും അമ്പലപ്പുഴയിൽ 63 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള G സുധാകരൻ 27,000 പരം വോട്ടുകൾക്ക് CPMന്റെ സിറ്റിംഗ് MLA H സലാമിനെ നിലംപരിശാക്കിയതും കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ ചർച്ചയാവുകയാണ്. ഇവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിർത്തി പ്രശ്നം പരിഹരിക്കാൻ പിണറായി വിജയൻ തയ്യാറാകാതിരുന്നതും അവരെ അധിക്ഷേപിച്ച് പുറത്താക്കിയതും ആണ് ഈ ഒരു വൻ തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിമതർ നടത്തിയത് ആസൂത്രിതമായ നീക്കമാണെന്ന് സംസ്ഥാന നേതൃത്വം റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തം ധാർഷ്ട്യം കൊണ്ട് കോട്ടകൾ തകർത്ത പിണറായി സത്തെയാണ് കേന്ദ്ര നേതൃത്വം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കേരളത്തിൽ BJP ജയിക്കാനിടയായ സാഹചര്യവും കേന്ദ്ര കമ്മിറ്റി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിനു പുറമെ മുന്നേറ്റം പ്രതീക്ഷിച്ച ബംഗാളിൽ ആകെ ഒരൊറ്റ സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയി. തമിഴ്നാട്ടിൽ പുതിയതായി വന്ന വിജയിയുടെ TVK പാർട്ടിക്ക് പിന്തുണ നൽകേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യവും അസമിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതുമെല്ലാം CPMന്റെ അവസാനത്തിന്റെ തുടക്കം എന്നതിന്റെ തെളിവുകളാണ്. എന്നിട്ടും തെറ്റിദ്ധരുത്താനോ പുതിയ ചെറുപ്പക്കാർക്ക് നേതൃത്വം കൈമാറാനോ തയ്യാറാകാതെ 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി താങ്ങി നടക്കുന്ന CPMന്റെ ഈ രീതിയെ തരംതാണ രാഷ്ട്രീയമെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാതെ വട്ടപൂജ്യമായി മാറിയിട്ടും അഹങ്കാരത്തിനൊട്ടും കുറവില്ലാത്ത പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ CPM കേന്ദ്ര നേതൃത്വം വീണ്ടും മുട്ടുമടക്കിയിരിക്കുകയാണ്. ജനപ്രീതിയുള്ള ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ പേരാവൂരിൽ ബലിയാടാക്കിയതും പാർട്ടി കെട്ടിപ്പടുത്ത G സുധാകരനെയും ഗോവിന്ദൻ മാസ്റ്ററെയും അധിക്ഷേപിച്ച് പുറത്താക്കുകയും ചെയ്ത CPMന്റെ ഈ തരംതാണ രാഷ്ട്രീയത്തിന് ജനാധിപത്യ കേരളം നൽകിയ കനത്ത പ്രഹരമാണ് ഈ വൻ തകർച്ച. ഇനിയെങ്കിലും തെറ്റുതിരുത്തിയില്ലെങ്കിൽ AKG സെന്റർ വെറും ഒരു കാഴ്ച ബംഗ്ലാവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.